ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന 7 തിരുവചനങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേതും പ്രധാനമായതും എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിൻ്റെ ഒരു ദാഹത്തിൻ്റെ കഥയാണ് പുത്രനായ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചതെന്നുള്ളത്. പാപത്തിൻ്റെ ബന്ധനത്തിൽ അമർന്ന മനുഷ്യകുലത്തെ രക്ഷിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ദാഹമായിട്ട് മാറുകയാണ്. അതിൻ്റെ ഉത്തരമാണ് ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത്. ഈശോയിലും ആ ദാഹം പ്രകടമാണ്. തൻ്റെ പ്രവൃത്തികളെല്ലാം ഈശോ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. അവൻ്റെ വാക്കും പ്രവൃത്തിയും അവൻ്റെ സാക്ഷ്യവുമെല്ലാം മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈശോയിലും പിതാവായ ദൈവത്തിലും മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള വലിയ ദാഹം പ്രകടമാണ്. നമ്മിലും ദാഹമുണ്ട്. ഈ ദൈവത്തെ അന്വേഷിക്കുക, ഈ ദൈവത്തെ കണ്ടെത്തുക, ഈ ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉള്ളിലെ ദാഹമാണ്. ആ ദാഹം അടക്കുവാൻ മനുഷ്യന് സാധിക്കുക ദൈവത്തിൻ്റെ പാതയിലൂടെ ചരിച്ചുകൊണ്ട് മാത്രമാണ്. ഓരോ മനുഷ്യനിലും അടങ്ങാത്ത ഒരു ദാഹമുണ്ട്. ദൈവത്തെ കണ്ടെത്തുമ്പോഴും അവനിൽ എത്തിച്ചേരുമ്പോഴും മാത്രം അടങ്ങുന്ന ഒരു ദാഹം. എത്രമാത്രം അലഞ്ഞാലും എന്തൊക്കെ നേടിയാലും എവിടെയെല്ലാം പോയാലും മനുഷ്യൻ്റെ ദാഹം ശമിക്കുക അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിലേക്ക് തിരികെ എത്തുമ്പോഴാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ, ദൈവമേ, ഞാൻ എവിടെയെല്ലാം അലഞ്ഞാലും നിന്നിൽ തിരികെ എത്തുമ്പോൾ മാത്രമാണ് എൻ്റെ ദാഹം ശമിക്കുകയെന്ന്. നോമ്പുകാലമാണ്. നമ്മുടെ ദാഹങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ദാഹങ്ങളെല്ലാം ദൈവത്തിനോടുള്ളതാണ്, ദൈവികമായതാണ്. ദൈവികമല്ലാത്ത ദാഹങ്ങളെയെല്ലാം ഒഴിവാക്കാൻ ഈശോ ആഗ്രഹിച്ചതുപോലെ ഈശോയ്ക്ക് വേണ്ടി മാത്രം ദാഹിക്കുവാൻ, ദൈവത്തിൽ അലിയുന്ന ഒരു ദാഹത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ക്രമീകരിക്കണമേ എന്ന് ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. Ah